നമസ്കാരം. ഇന്ന് മിയാമിയിലെ അതിഥികൾ മഞ്ചേരി NS കോളേജിലെ 8992 ബാച്ച് BA പൂർവ്വ വിദ്യാർത്ഥികളാണ്. സമൂഹത്തിൻ്റെ ഉന്നത നിലകളിൽ പ്രവർത്തിക്കുന്ന അവരടക്കമുള്ള എല്ലാവരും ഈ ബാച്ചിലുണ്ടെന്നുള്ള പ്രത്യേകതയും കൂടെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു അനുഭവം കടലുണ്ടി ഇക്കോ ടൂറിസം എന്ന് പറയുമ്പോൾ ലോകത്തിലെ ടൂറിസം ഭൂപടത്തിൽ ഒരു പുതിയ പ്ലേസാണ് കടലുണ്ടി. ഇവിടുത്തെ ഇക്കോ ടൂറിസത്തിലാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഇക്കോ ടൂറിസത്തിൽ തനതായ രീതിയിൽ തന്നെ മണലിനും അതുപോലെ തന്നെ പ്രകൃതിയെ ഒന്നും വേദനിപ്പിക്കാതെ അതൊക്കെ നിലനിർത്തിക്കൊണ്ട് കൊണ്ടുപോകുന്ന ഒരു പ്രൊജക്റ്റാണ് ഇക്കോ ടൂറിസത്തിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കടലുണ്ടി ഇക്കോ ടൂറിസത്തിൽ മിയാമി സംഘടിപ്പിച്ച ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ആദ്യമായിട്ട് ഞാൻ സ്വാഗതം പറയുകയാണ്. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഒരു അനുഭവം നമുക്ക് പങ്കുവയ്ക്കാം. സാർ, ജാബിർ സാറാണ് ഇത് കോൺടാക്ട് ചെയ്തത്. സാർ നമസ്കാരം. സാർ ഇന്നത്തെ ഒരു അനുഭവം പറയാമോ? ഒന്ന് പരിചയപ്പെടാമോ സാർ? പറഞ്ഞോളൂ. ഓക്കെ, എൻ്റെ പേര് ജാബിർ, വണ്ടൂരാണ് വീട്. ഒരു കമ്പനിയുടെ എക്സിക്യൂട്ടീവ് വർക്ക് ചെയ്യാണ്. ലീനയാണ് ഇത് സജസ്റ്റ് ചെയ്ത ഈ സ്ഥലം. ഇതിൻ്റെ ഒരു ബന്ധുവിടെ ബുക്ക് ചെയ്തിരുന്നു. പക്ഷേ ഞങ്ങൾ എൻജോയ്മെൻ്റ് ആണ്. കാരണം വിയറ്റ്നാമിലും ഇങ്ങനെ പല സ്ഥലത്തും ഇത്തരം ടൂറിസത്തിനാണ് ഭയങ്കര സാധ്യത ആൾക്കാർ പോകുന്നത്. എല്ലാം കൊണ്ടും ഒരു എൻജോയ്മെൻ്റ് ആയിരുന്നു. പറഞ്ഞോളൂ സാർ. It was I can say നമ്മുടെ യാർനഗർ പഞ്ചായത്തിലെ സെക്രട്ടറിയാണ് വിവേകാനന്ദൻ സാറാണ്. സാർ നമസ്കാരം. ഇന്നത്തെ ഒരു അനുഭവം പറഞ്ഞോളൂ. പ്രകൃതിയുമായി താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് നടത്തുന്ന ഒരു ടൂറിസം പദ്ധതിയാണ്. പ്രകൃതിയെ നോവിക്കാതെ ഇന്നത്തെ മാലിന്യം ഒക്കെ ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനം കൂടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇത് പറയാൻ കഴിയുന്ന ഒരാൾ അനിലാണ്. അനിൽ സാർ പറഞ്ഞോളൂ. നമസ്കാരം. വളരെ സമ്പന്നവും സമൃദ്ധവുമായ ഒരു സ്ഥലത്ത് ഇത്തരം ഒരു യാത്ര സംഘടിപ്പിച്ചുകൊണ്ട് ഇതിൽ ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ അവസരം തന്ന മിയാമി ഗ്രൂപ്പ് ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തും. മാഡം നമസ്കാരം. പറഞ്ഞോളൂ മാഡം. can you focus me? One second. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് മുഖാന്തിരാണ് ഇവിടെ സജസ്റ്റ് ചെയ്തത്. അവർ മുന്നേ വന്ന് അവർ നാളത്തെ 2-ാം തീയതിക്ക് അവർ വേറെയും ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ സജസ്റ്റ് ചെയ്തിട്ടാണ്. വളരെ നല്ലത്. ഫുഡും നന്നായി, യാത്രയും നന്നായി. ലോകത്തിൽ അറിയപ്പെടുന്ന 47 തരത്തിലുള്ള കണ്ടൽ ചെടികളാണ്. ഇതുപോലുള്ള പ്രകൃതി അതുപോലത്തെ തീരദേശ പ്രദേശം കോസ്റ്റൽ ഏരിയനൊക്കെ സംരക്ഷിക്കുന്ന അപൂർവപൂർവമായ കഴിവുള്ള സസ്യങ്ങളാണ് ഈ കണ്ടൽ ചെടികൾ. അതിനുള്ള നമ്മളെ യാത്രാമധ്യേ വളരെ മനോഹരമായ കാടുകൾ കൂടെ പോയി വന്നിട്ടുണ്ട്. സാർ പറഞ്ഞോളൂ സാർ, എന്തൊരു അനുഭവം? It was Fantastic, amazing. great experience. I think great and great. മൊത്തമായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്ന ഒരാളാണ് ഞാൻ. സ്റ്റേറ്റിലാണെങ്കിലും ഇന്റർ സ്റ്റേറ്റിലാണെങ്കിലും അല്ലെങ്കിൽ പിന്നെ സ്റ്റേറ്റ് വിട്ടിട്ടും പോകുന്ന നാഷണൽ വിട്ടിട്ടും പോകുന്ന ഒരാളാണ് ഞാൻ. വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഉള്ളത്. പക്ഷെ അത് എന്താ പറയുക, വളരെ ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഇതായി. സന്തോഷം. താങ്ക് യു.